സമ്പന്നരായ പ്രതിനിധികൾ, മതപഠനവും മതകീയ പഠനവും കേരളീയ ഇടങ്ങൾ എന്ന വിഷയത്തെ ആസ്പദിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഡോക്ടർ നോയ്മാനാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നോയ്മാൻ സാറെ പല വിധത്തിൽ നമ്മൾ കേട്ടും വായിച്ചും പരിചയമുള്ളവരാണ്. പ്രത്യേകിച്ചും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വത്തിൻ്റെ ആമുഖ പഠനം വളരെ മനോഹരമായി നമ്മൾ വായിക്കുകയും ഏറ്റവും അവസാനം മർഹൂം അഗത്തി ഉസ്താദിൻ്റെ ട്രൂ കോപ്പി തിങ്കിൽ വന്ന പഠനവുമെല്ലാം വളരെ ആവേശത്തോടെ വായിച്ചവരാണ് നമ്മളെല്ലാവരും. തൻ്റെ മുമ്പിലെത്തുന്ന ഒരു വിഷയത്തെ ഗവേഷണ താല്പര്യത്തോടെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് നോയ്മാൻ സാർ എന്ന് നമുക്കറിയാം. ഞാൻ കേരളീയ മതപഠനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാം എത്തിയത് മുതൽ പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലെത്തുകയും അതിൻ്റെ വൈജ്ഞാനിക ശാഖകളെല്ലാം നമ്മൾ അതിൻ്റെ അന്തസത്തയോടുകൂടെ തന്നെ പഠിക്കുകയും ചെയ്തവരാണ്. മഖ്ദൂമാരിലൂടെയും പൊന്നാനി പണ്ഡിത ഉലമാക്കളിലൂടെയും ഏറ്റവും അവസാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദിശണശാലികളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 1992 പ്രത്യേകിച്ച് നമ്മൾ ഈ മേഖലയിൽ കൂടുതൽ തൽപരരായ വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മതപഠനവും ഭൗതിക പഠനവും എല്ലാം സമന്വയം എന്നൊരു രീതിയിലേക്ക് ദഅവ കോളേജുകൾ ആരംഭം ഉണ്ടാകുന്നത്. ദഅവ കോളേജുകൾ പിന്നീട് ഏകദേശം 33 പതിറ്റാണ്ട് നമ്മൾ പിന്നിട്ടു. ഏകദേശം 32 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ദഅവ കോളേജുകളുടെ സ്ഥാപിത ലക്ഷ്യം പഠന തൽപരരായ വിദ്യാർത്ഥികളെ ഈ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതും ആ മേഖല സജീവമായി നിലനിർത്തുക എന്നതുകൂടിയായിരുന്നു. അൽഹംദുലില്ലാ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തി എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഉലമാക്കൾക്ക് കാണിക്കാൻ കഴിയും, നമ്മുടെ സമൂഹത്തിന് കാണിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ എത്തിച്ചേർന്ന ഇടത്ത് നിന്ന് നമ്മുടെ പുരോഗതിയിൽ അഭിരമിക്കുകയാണോ, കൂടുതൽ ആ മേഖലയിൽ പോയി നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണോ? നമ്മുടെ ഉലമാക്കൾ അന്ന് ചിന്തിച്ചതുപോലെ പുതിയ ഇടങ്ങളെ, നമ്മളെ മാറ്റങ്ങളെ ദഅവ കോളേജുകളിലും നമ്മുടെ പാഠ്യപദ്ധതികളിലും നമ്മുടെ പഠന രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅ്ദിൻ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ അതിമനോഹരമായ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഈ ക്യാമ്പസിലേക്ക് വരുന്നത് എപ്പോഴും സന്തോഷകരമായ കാര്യമാണ്. പല സമീപകാലത്തായി പല കാര്യങ്ങളിലും പല ചർച്ചകൾക്കും തുടക്കം കുറിച്ച ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടെയുള്ള ചർച്ചകൾക്കൊക്കെയും പലപ്പോഴും ഒരു പിന്തുടർച്ചകൾ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുമ്പോഴുള്ള, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴുള്ള വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റിസ്വാൻ ചോദിച്ച ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ദഅവ കോളേജുകളുടെ ഉത്ഭവവും അല്ലെങ്കിൽ ദഅവ കോളേജുകൾ ആരംഭിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം അത് പ്രാപിച്ചോ എന്നുള്ളതിലേക്കും കൂടി വെളിച്ചം വീശുന്നൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ദഅവ കോളേജുകൾ ആരംഭിക്കാനുണ്ടായ ഒരു സാമൂഹിക സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ വേണം ആ ചോദ്യത്തെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. അത് നമ്മുടെ മതപണ്ഡിതന്മാരുടെ മാത്രം ആവശ്യമായിരുന്നോ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള മറ്റ് സാഹചര്യങ്ങൾ ദഅവ കോളേജുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മതവിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു പൊതു പ്രശ്നമായി എനിക്ക് പൊതുവിൽ തോന്നിയിട്ടുള്ളത് അത് കേരളത്തിലെ മതവിദ്യാഭ്യാസം മാത്രമല്ല, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വലിയ തോതിൽ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാസിഫിക്കേഷനാണ്. അതായത് നമ്മളെപ്പോഴും എണ്ണത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ വലിയ തോതിൽ ക്ലെയിം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ നമ്മളുടെ പ്രാഥമിക വിദ്യാലയത്തിൽ കേരളത്തിൽ ഒരു വർഷം എൻ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം
ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ആളുകൾ പറയാറുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഈ എണ്ണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ക്ലെയിം നമുക്ക് വലിയ തോതിൽ ഉണ്ട്. അതിപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ കുറേയും കൂടി പൊതുവിദ്യാഭ്യാസം ഇൻക്ലൂസീവ് ആവാനുള്ളൊരു അറ്റംപ്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടാവാം അങ്ങനെയുള്ളൊരു ക്ലെയിം നമ്മൾ പലപ്പോഴും ഉന്നയിക്കുന്നത്. പക്ഷേ ഈ മാസിഫിക്കേഷൻ, ഈ എണ്ണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ ഇത്തരം ക്ലെയിമുകൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇല്ല എന്നുള്ള ഉത്തരം പറയേണ്ടി വരും. നമ്മൾ ഉദാഹരണത്തിന് ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനമായിട്ട് താരതമ്യം ചെയ്തു നോക്കിയാൽ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ ഒരു പക്ഷേ ഒരു പ്രത്യേക നമുക്ക് ബീഹാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റീനെ ഉദാഹരണമായി എടുക്കാം. ബീഹാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഹയർ എഡ്യൂക്കേഷൻ്റെ അകത്ത് നേടിയ അച്ചീവ്മെൻറ്റ്സുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല കേരളത്തിലെ അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഈ പലപ്പോഴും ഈ മാസിഫിക്കേഷൻ എന്നുള്ളത് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ പലപ്പോഴും വിജയിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മാത്രമല്ല അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം പിന്നെ സതീഷ് ദേശ്പാണ്ഡെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതിനെ ഈ മാസിഫിക്കേഷനെ ഈ ക്യാപിറ്റലിസത്തിൻ്റെ എഡ്യൂക്കേഷനൊക്കെ ആയിട്ടുള്ള ഇൻ്റർവെൻഷനൊക്കെ ബന്ധപ്പെടുത്തി വായിക്കാറുണ്ട്. ഈ മതപഠനത്തിൻ്റെ കാര്യത്തിൽ വെച്ചാൽ നമുക്ക് എണ്ണം പലപ്പോഴും വളരെ പ്രധാനമായി വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ മദ്രസകളെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ക്ലെയിമുകൾ നമ്മൾ പലപ്പോഴും എണ്ണത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇത്ര മദ്രസകൾ, ഇത്ര വിദ്യാർത്ഥികൾ എന്നുള്ളത്. അപ്പോൾ ഈ 90കളിൽ ഈ ദഅവ കോളേജുകൾ എന്ന് പറയുന്ന സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ എണ്ണത്തിൽ ഉണ്ടായ വലിയൊരു കുറവ് എങ്ങനെ അഭിമുഖീകരിക്കാം ആളുകൾ എന്നുള്ള ഒരു കൺസേൺ ലാർജ്ലി ഇതിൻ്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. പക്ഷേ അതേസമയം ഞാൻ മനസ്സിലാക്കുന്നത് 90കൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗൾഫ് മൈഗ്രേഷൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഗൾഫ് മണി കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അത്തരം സന്ദർഭങ്ങളിൽ ഈ നേരത്തെ പള്ളി ദർസുകളുടെയൊക്കെ ഭാഗമായ ആളുകൾക്കും മറ്റുമൊക്കെ ഈ ദർസിലേക്ക് തിരിച്ചു പോകാനുള്ള അവരുടെ കുട്ടികളെ മതം പഠിപ്പിക്കണം, പക്ഷേ അവർക്കത് പഴയ രീതിയിൽ പഠിപ്പിക്കാൻ താല്പര്യവും ഇല്ല എന്നുള്ളൊരു സ്ഥിതി വരുന്നുണ്ട്. അങ്ങനെ അത്തരമൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു അകത്തുനിന്ന് മാത്രമുള്ളൊരു ഡിമാൻഡല്ല, ആ ഡിമാൻഡിനെ സാധ്യമാക്കുന്ന ഒരു സാമ്പത്തികമായൊരു സാഹചര്യം കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്നൊരു പ്രധാന കാര്യം നമുക്കറിയാം, മുമ്പൊക്കെ നമ്മളുടെ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ പൊതുരീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു ലോവർ ക്ലാസ് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു മതവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അവരുടെ ഒരു ക്ലാസ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് 90കളിൽ. അപ്പോൾ ആ ചേഞ്ചിൻ്റെയും കൂടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ അടിസ്ഥാനപരമായി ഈ പിന്നെ ദഅവ കോളേജുകളുടെ ഒരു രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യം കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് വേണം നമ്മൾ ദഅവ കോളേജുകൾ അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തെ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ഈ ദഅവ കോളേജിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച ആളുകൾ അവരുടെ ലക്ഷ്യം ഒന്നാണ്. അത് നമ്മളീ പറഞ്ഞ മതപണ്ഡിതന്മാരുടെ ഇതിൻ്റെ നടത്തിപ്പുകാരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അപ്പം ഇങ്ങനെയുള്ള പലതരം ലക്ഷ്യങ്ങൾ ഇതിലുണ്ട്. അതിൽ ഏത് ലക്ഷ്യമാണ് എന്നുള്ളത് കുറേയും കൂടി വ്യക്തമാക്കിയാൽ നമുക്കത് ഒരു വ്യക്തത വരുമെന്ന് തോന്നുന്നു. അപ്പോൾ നോയമാക്ക് പറഞ്ഞ വിഷയത്തിൽ ഞാൻ പറയാം, നമ്മൾ ഒരു സാമ്പത്തികമായ വിഷയം പറഞ്ഞു. നമ്മൾ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ ഒക്കെ പണ്ട് കാലത്ത് ദറസിലേക്ക് ആളുകൾ എത്താനുള്ളൊരു കാരണമായിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ 90കൾക്ക് ശേഷം നമ്മൾ ഈ ഒരു സമന്വയത്തിലൂടെ
നമ്മളെ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ പോലും അവരുടെ മക്കൾക്ക് ഇത് പ്രായോഗികമാണ് എന്ന ചിന്ത വന്നു. അപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം നമുക്ക് അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ അന്ന് പഴയ കാലത്തുള്ള ഉലമാനെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ ചർച്ചൻ്റെ ഇടയിൽ പന്മള ഉസ്താദുമായിട്ടുള്ള ഡിസ്കഷനിൽ പന്മള ഉസ്താദ് സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, ഉസ്താദിൻ്റെ ചോദ്യം ഇതായിരുന്നു, സാധാരണ ഗുരു ശിഷ്യന്മാരെ ഗുരുവിൻ്റെ ഇതിലാണ് അറിയപ്പെടാറ്. ഇപ്പോൾ ഗുരു കോട്ടൂർ ഉസ്താദ് മഅ്കൂലാണ് അറിയപ്പെട്ടത്, പക്ഷെ ഉസ്താദ് ഫിഖിലാണ് അറിയപ്പെട്ടത്. ഇത് രണ്ടും ഡിഫറൻസ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് അതിന് പറഞ്ഞൊരു മറുപടി അത് പറഞ്ഞു. ഞാൻ ഉസ്താദ് അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഞാൻ ഫത്തുൽ മുഈനിന് ഇജാസത്തിന് വേണ്ടി ഫത്തുൽ മുഈൻ ഓതി കൊടുക്കാനുള്ള ഇജാസത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് കരിക്കപ്പുറ ഉസ്താദിൻ്റെ അടുത്താണ് തോന്നുന്നു. അതെ, അത് പോയി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, 8 വർഷം ഓതി കൊടുക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് ഇജാസത്തിൽ പറ്റുള്ളൂ. എന്നിട്ട് ഉസ്താദ് തിരിച്ചു വരുന്നുണ്ട്, എന്നിട്ട് എൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ആരെങ്കിലും ഇത്തരം ഓതി കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അലി ഹസനെ പറ്റി ഉസ്താദ് പറയുന്നുണ്ട്. അലി ഹസനെയാണ് ആദ്യമായിട്ട് അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞത്, ഇത്തരം ഇരുത്തം വന്നൊരു ഉലമാൻ്റെ സാന്നിധ്യം നമുക്ക് ഈ ദഅവാ കോളേജിയുടെ ആവിർഭാവത്തോടു കൂടെ നമുക്ക് അത്തരം ഒരു ഞാൻ പറയാം, ഇപ്പോൾ നമ്മളൊരു ലഫ്ലിയായ ഓത്ത് നടക്കുന്നത്. ഇപ്പം ബുഖാരി ഇപ്പോൾ ഞാൻ വിശ്വാസപൂർവ്വം വായിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ദാറുൽ ഹദീസിനെ പറ്റി ഉസ്താദ് അതിൽ പറയുന്നുണ്ട്. ദാറുൽ ഹദീസ് അവിടെ ബാക്കിയാത്തിൽ ദാറുൽ ഹദീസിനെ പറ്റി, അതാ ഹദീസ് ഓതുന്നത് പറഞ്ഞാൽ ബുഖാരി ഓത്ത് എന്ന് പറഞ്ഞൊരു ഓത്താണ്. 50ഓളം പുസ്തകങ്ങൾ എ.പി. ഉസ്താദ് നോട്ട്ബുക്ക് എഴുതിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ബുഖാരി സബക്കിൻ്റെ നോട്ട്ബുക്ക് ഉസ്താദിനുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് ഒരു ആലിമീങ്ങളുടെ അപജയം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇത്തരം ഒരു സമന്വയത്തിലൂടെ വരുമ്പോൾ? ഇത് ഉദാഹരണത്തിന് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത ഒരാൾ എന്നുള്ളൊരു പരിമിതി ഞാനിതിൻ്റെ ഒരു ഒബ്സർവർ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായ, ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ പർപ്പസുകൾ ആണ് ഉള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരാൾ അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മൾ ഫത്തുൽ മുഈൻ പോലെയുള്ള ഒരു കിതാബ് 8 വർഷം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ്? ഒരുപാട് സ്കില്ലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് 8 വർഷം അത് ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ആ സ്കില്ലുകൾ സ്വാഭാവികമായും ഈ സമൂഹത്തിന് ഗുണപ്രദമായ സ്കില്ലുകൾ തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യത്തിന് വെച്ചാൽ ഈ സ്കില്ലുകൾ ഈ 8 ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആളുകൾ ചോദിക്കുക എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളൊക്കെ ക്ലാസ്സിൽ നേരിടുന്നൊരു പ്രതിസന്ധി ഇതെന്തിനാ ഇത്ര ഇപ്പം നിങ്ങൾക്കൊരു നമ്മൾ നേരത്തെ ഒരു 1 അവറോ 2 അവറോ ഒക്കെ സ്പെൻഡ് ചെയ്തെടുക്കുന്ന ക്ലാസ് നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഡെലിവർ ചെയ്യാം. അപ്പോൾ ആളുകൾ ആ അർത്ഥത്തിൽ ഭയങ്കര പ്രാക്ടിക്കലായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിസ്വാൻ ചോദിച്ച ചോദ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ, അദ്ദേഹം കേരളത്തിലെ ഒരു ദഅവാ കോളേജിൽ ദീർഘകാലം പഠിക്കുകയും അവിടെ അത്തരമൊരു സ്ഥാപനത്തിൽ ദീർഘകാലം അധ്യാപകനായി ജോലിയൊക്കെ ചെയ്ത ഒരാൾ. അപ്പം അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചു. അദ്ദേഹം എന്നോട് ദീർഘമായി സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കേരളത്തിലെ പഠന രീതികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഭയങ്കര ഈ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ പഠനം പലപ്പോഴും യൂസ്ഫുൾ ആവുന്നില്ല. അതിൻ്റെ ഒരു പരിമിതി മനസ്സിലാകുന്നത് നമ്മൾ പുറത്തുള്ള ആളുകളുമായി എൻഗേജ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തിരിച്ചു വന്നാൽ ആഗ്രഹിക്കുന്നത് വേറൊരു തരത്തിലുള്ള ഒരു പെഡഗോജി നമ്മുടെ മതപഠന രംഗത്ത് രൂപപ്പെട്ട് വരേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇപ്പം നമ്മൾ പഴയതുപോലെ പഠിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം മാറി പഠിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ദഅവാ കോളേജുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താ? ഇപ്പം നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളും സംവാദങ്ങളും ഉണ്ടായ ഒരു സമുദായമാണിത്. അപ്പോൾ ആ സംവാദങ്ങളുടെ പ്രധാനപ്പെട്ട ഊന്നൽ, അപ്പോൾ നമ്മളിപ്പോൾ അതിനെ വളരെ ലളിതവൽക്കരിക്കും. ഈ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതാൻ പറ്റുമോ എന്ന് തർക്കിച്ച ഒരു സമുദായമാണ് ഇത് എത്തുന്നത്. പക്ഷേ അത്
വൈജ്ഞാനികമായി നോക്കുന്ന സമയത്ത് ഒരുപാട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഒരു തീരുമാനമാണത്. കാരണം അതുവരെയും നിങ്ങൾ പിന്നെ നിങ്ങളുടെ അതിനെതിരെ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് വെച്ചാൽ, ഈ ചോക്കിൻ്റെ പൊടി, അള്ളാഹുവിൻ്റെ കലാം എഴുതിയ ചോക്കിൻ്റെ പൊടി താഴെ വീണാൽ, കാരണം അതൊരു അദബുമായും ആദരവൊക്കെയായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഖുർആൻ്റെ തണലിൽ എഴുതിയ അതെ. അപ്പോൾ ഇതിൽ പിന്നെ അപ്പം മുമ്പൊക്കെ ആളുകൾ എഴുതിയിട്ട് ഖുർആൻ എഴുതിയിട്ട് അത് മയക്കുന്നതിന് പകരം അത് നക്കി കുടിക്കുന്ന പിന്നെ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. ഈ ഞാൻ പേര് മറന്നുപോയി, നമ്മുടെ ഈ ഹസനുൽ ഖുർആൻ്റെ തണലിൽ എഴുതിയ നമ്മുടെ ഈ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, ഈജിപ്ഷ്യൻ ബ്രദർഹുഡിൻ്റെ ഒക്കെ സ്ഥാപക നേതാവായിരുന്ന ഒരാൾ, അദ്ദേഹത്തെക്കുറിച്ച് പറയണം. അദ്ദേഹം മദ്രസയിൽ ഒരു ദിവസം മാത്രമാണ് അത്ര പഠിച്ചത്, ഈ പാരമ്പര്യ മദ്രസയിൽ. അതിന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം മദ്രസ വിടാനുള്ള കാരണം മദ്രസയിൽ ഒട്ടും വൃത്തിയില്ല എന്നുള്ളതാണ്. വൃത്തിയില്ലായ്മയുടെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആളുകളൊക്കെ ഖുർആൻ എഴുതിയിട്ട് അത് നക്കി കുടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ നമ്മളിങ്ങനെ പ്രായോഗികമായ ഇത്തരം തീരുമാനങ്ങൾ എപ്പിസ്റ്റമോളജിക്കലായിട്ട് വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അൽ-അസ്ഹറിൽ പിന്നെ നടന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അൽ-അസ്ഹറിൽ അതൊരു പാരമ്പര്യ ദർസായിരുന്നല്ലോ, പള്ളിയിൽ നടന്നുകൊണ്ടിരുന്ന പാരമ്പര്യ ദർസ് ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള അന്ന് അവിടെ ഫീൽഡ് പഠനം നടത്തിയ ആളുകൾ അതിനെക്കുറിച്ചുള്ള ചില ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അവർലി ബേസ്ഡായി. നേരത്തെ പിന്നെ കിതാബ് ഒരു പ്രത്യേകമായിട്ട് ഉസ്താദ് തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നല്ലോ, അത് മാറിയിട്ട് ഇതൊരു അവർലി ബേസ്ഡായി. അപ്പോൾ അവർലി ബേസ്ഡ് ആകുമ്പോൾ അവിടെ നിന്ന് ബാങ്ക് കൊടുക്കും, ഇവിടെ അവർ തീർന്നിട്ടുണ്ടാവില്ല, അപ്പോൾ ക്ലാസ് തുടരും. അപ്പോൾ നേരത്തെ ക്ലാസ് അവസാനിച്ചിരുന്നത് ലുഹർ ബാങ്ക് കൊടുക്കുമ്പോഴാണെങ്കിൽ ലുഹർ ഇപ്പോൾ അവരുടെ ഉള്ളിലാണ്, മനസ്സിലായേ? പിന്നെ അതുവരെയും നമ്മുടെ മടിയിൽ വെച്ചിരുന്ന കിതാബ് നിങ്ങൾ ഡെസ്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അത് ടെക്സ്റ്റും നിങ്ങളും തമ്മിലൊരു അകലം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനപ്പാടമാക്കുന്ന ശീലം മാറി. അപ്പോൾ അത് സംഭവിക്കുന്നത് അതുവരെയും നിങ്ങളുടെ ഉള്ളിലുള്ള ടെക്സ്റ്റ് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ വൈജ്ഞാനികമായി അത് ഊന്നുന്ന ചില അതിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിയിൽ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇത് രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഉള്ളിൽ സൂക്ഷിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ല സാർ, ഇപ്പോൾ നമുക്ക് പറഞ്ഞു, ഞാൻ അൽ-അസ്ഹറിനെ ഉദാഹരിച്ചുകൊണ്ട്, ഇപ്പോൾ അസ്ഹറിനെ കുറിച്ച് ഇപ്പോൾ ഈ മോഡേണിസം ഇസ്ലാമിലേക്ക് എങ്ങനെ, അതായത് ആധുനിക മുസ്ലിങ്ങളിലേക്ക് എങ്ങനെ കടന്നു കയറുന്നു എന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അസ്ഹറിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അസ്ഹറിലുണ്ടായ മാറ്റങ്ങൾ ഇപ്പം റമദാൻ പൂർത്തിയാണ് തോന്നുന്നുണ്ട്. അത് അസ്ഹറിലെ ഉണ്ടായ ഇപ്പം ഇവരെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് പറഞ്ഞാൽ മതത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മതകീയ പഠനത്തിൻ്റെ ഉള്ളിൽ ആധുനിക വിഷയങ്ങൾ കൂടിയാലേ എന്തേ ചെയ്യുള്ളൂ, കൂടുതൽ ഇപ്പോൾ മുഅ്ജിസത്തിനെ റീസണിങ് കൊണ്ട് എന്ത് പറയാൻ പറ്റുള്ളൂ, വിശദീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ ഫരീദ് വജിദാണ് തോന്നുന്നു അങ്ങനെ വിശദീകരിക്കുന്നത്, മുഅ്ജിസത്തിനെ റീസണിങ് കൊണ്ട് പറഞ്ഞാൽ മാത്രമേ. ഇപ്പം അബാബിൽ ബഷികൾ കല്ലിട്ട് അതെന്ത് ചിക്കൻ ബോക്സ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം ഇപ്പം നമ്മൾ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞത് നമ്മൾ മടിയിൽ നിന്ന് പുസ്തകം എവിടേക്ക് മാറ്റുന്നു. ഇപ്പം ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരാൾ യമനി പണ്ഡിതന്മാർ ചർച്ച പറയുന്നുണ്ട്. അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചതിൻ്റെ ശേഷം വീണ്ടും യമനിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് മനപ്പാടമാക്കാനുള്ള ശേഷി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് എന്നിട്ട് റമദാൻ പൂർത്തി അവിടെ പിന്നെ വിശദീകരിക്കുന്നത് ഇത് മനഃപൂർവ്വം ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ കൊളോണിയൽ താല്പര്യം അതായത് മുസ്ലിം വിശ്വാസികൾ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം അവർ തകർക്കാൻ കഴിയാത്ത ഒരു ആത്മാവ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം ഈ ഫലസ്തീൻ ഇസ്രായേൽ തർക്കത്തിൻ്റെ അവസാനത്തെ ഒരു റബിയുടെ ചർച്ച ഞാൻ കണ്ടു. നിങ്ങൾ അവരെത്ര കൊന്നൊടുക്കിയാലും അവർ മരണത്തെ പേടിക്കാത്തവരാണ്. അവരുടെ മരണത്തെ പേടി അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം ആധുനിക മോഡേണിസ്റ്റ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പേടി, നമ്മൾ ഇസ്ലാമിന് ഒരു അകൽച്ച, ദീനോടൊരു അകൽച്ച വരികയല്ലേ ശരിക്കും. നമ്മളിപ്പോൾ ഈ ഹവർലി ബേസിലേക്ക് അസർ മാറുമ്പോഴും അല്ലെങ്കിൽ ശരിക്കും അത് ദീൻ ഒരു അവിടെ മോഡേൺ വരിക്കുക നമ്മൾ പാരമ്പര്യത്തെ നമ്മൾ വിടുമ്പോൾ അവിടെ നമ്മൾ സംഭവിക്കുമ്പോൾ ശരിക്കും നമുക്ക് ദീനിൽ നിന്ന് ഒരു അകൽച്ച സംഭവിക്കുകയല്ലേ
നമ്മളിതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്നുള്ളത് പറയുമ്പോഴും ഇതിൻ്റെ നടത്തിപ്പുകാർ നമ്മളാണ്. ഈ മാറ്റങ്ങൾ സ്വീകരിക്കുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഈ നമ്മളെ ഇതിൽ വശംവദമാക്കുന്ന എന്താണുള്ളത്? ഈ പാരമ്പര്യ ഇസ്ലാമിൻ്റെ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളെ അല്ലെങ്കിൽ അത്തരം പരിശ്രമങ്ങളെ ഇത്തരം ബാഹ്യമായ ഇടപെടലുകൾക്ക് വശംവദമാക്കുന്ന എന്താണ് അതിലുള്ളത്? നമ്മൾ എങ്ങനെയാണ് അതിൽ വശംവദരാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇതിൻ്റെ നടത്തിപ്പ്, ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ദവാ കോളേജുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മളാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് സൃഷ്ടിക്കുന്ന, ഞാൻ പറഞ്ഞ ബാഹ്യമായ ഒരു അകൽച്ച എന്നുള്ളതിനേക്കാളേറെ നമ്മൾ ഈ അകൽച്ചയെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ മാറ്റത്തെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ നിങ്ങളൊക്കെ സമീപകാലത്ത് കേട്ടിട്ടുണ്ടാവും ഈ നമ്മുടെ ഒരു രവിചന്ദ്രനായിട്ടുള്ള സംവാദത്തിൽ ഷുഹൈബ് അൽ-ഹൈത്തമി അദ്ദേഹം ആ സംവാദത്തെ ഫിലോസഫിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി ഈ ഫിലോസഫി എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഞാൻ ഒരു തമാശയായിട്ട് പറയണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ വളരെ രസകരമായ ഒരു ഇസ്ലാമികമായ ആർഗ്യുമെൻ്റ് രവിചന്ദ്രൻ മേക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ഫിലോസഫി എന്താണ് ഒരു സ്യൂഡോ ആണ്, ഒരു സ്യൂഡോ സയൻസാണ് ഫിലോസഫി എന്നുള്ള വളരെ ഇസ്ലാമികമായ ഒരു ആർഗ്യുമെൻ്റ് അതിൻ്റെ അകത്ത് രവിചന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ ദിവസം പാലക്കാട് ഹസനിയ നടത്തുന്ന സ്ഥാപനത്തിൽ അൽ യഖീൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു വർക്ക്ഷോപ്പ് നടത്തും. അപ്പോൾ ഞാനതിൻ്റെ കൺസെപ്റ്റ് നോട്ട് ഇങ്ങനെ വായിക്കുകയായിരുന്നു. അവരതിൻ്റെ അകത്ത് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ നമുക്ക് ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ ഫൗണ്ടേഷനെ എങ്ങനെ നമുക്ക് റിവൈവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു അന്വേഷണം ആണ് എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നി അവരുടെ ആ ഒരു പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു, ഈ അകൽച്ച നമ്മൾ എന്തിൻ്റെ അകത്തുനിന്നാണ് അകലുന്നത്, നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് അകലുമ്പോൾ നമ്മൾ എന്തിനോടാണ് അടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് ഛിന്ന ഭിന്നമായി പോകുന്നു, അകന്നു പോകുന്നു എന്നുള്ളതൊന്നുമല്ല. മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ ദൗത്യങ്ങളെ, അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ബാഹ്യമായ ആളുകൾക്ക് ചിലപ്പം ചില താല്പര്യങ്ങളുണ്ടാവാം. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാം നടക്കൂ എന്നുമില്ല. നമ്മളിത് നമ്മളുടേതാക്കി മാറ്റും. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യവും ഇത് പുറത്തുനിന്ന് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആൾക്കൊരു താല്പര്യം ഉണ്ടാവും, ആയിക്കോട്ടെ ഫൈൻ. എന്നാൽ ഇത് ഏറ്റെടുക്കുന്ന ആളുകൾ അത് വേറൊരു തരത്തിലായിരിക്കും അതിനെ. ഇപ്പം ഉദാഹരണത്തിന് ഇതുവരെയും മതപഠന മേഖലയിലേക്ക് വരാത്ത ഒരുപാട് ആളുകളെ മതപഠന രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ടാണ് ഇൻറ്റേർണലി ആളുകൾ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുതിയ തുറകളിലേക്ക് മതപഠനം വികസിപ്പിക്കാനും മറ്റുമൊക്കെ ഇതൊരു കാരണമായിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടിസ്ഥാനപരമായി ഞാൻ പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരാശങ്ക, ഈ സമന്വയം എന്നുള്ളത് നമ്മുടെ മതപഠനത്തിന്, ഇപ്പം ഭൗതികം നമ്മളതിനിങ്ങനെ സാമാന്യ രീതിയിൽ മതപഠനം ഭൗതിക പഠനം എന്നിങ്ങനെ രണ്ടായി കണക്കാക്കിയാൽ, മതപഠനം കഴിഞ്ഞൊരു 20-25 വർഷത്തിനിടയിൽ ഈ സമന്വയ വിദ്യാഭ്യാസം മേഖലയിൽ നടക്കുന്ന മതപഠനം ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകിയ അത്ര സംഭാവന തിരിച്ച് ഭൗതിക വിദ്യാഭ്യാസം മതപഠനത്തിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ തോന്നാറുള്ളത്. പിന്നെ ഇവിടെ സംഭവിക്കുന്ന നമ്മളുടെ എനിക്ക് തോന്നുന്നത്, നമ്മൾക്ക് ഇതിൻ്റെ ഒരു അടിസ്ഥാനം, നമ്മൾ ഈ ഭൗതിക സമന്വയം എന്നൊക്കെ നേരത്തെ പറഞ്ഞു, ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ കാലത്തോട് യോജിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആധുനികമാവാൻ ശ്രമിക്കുക, ആധുനിക കാലത്തോട് യോജിക്കുക. നമുക്കറിയാം, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളും മോഡേൺ
അയാൾ കഴിഞ്ഞ നൂറ്റാണ്ട് ഇത് നമ്മൾ മുമ്പത്തെ ജനറേഷനേക്കാൾ ഏറ്റവും മികച്ച ജനറേഷൻ നമ്മളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കാരണം അതിൻ്റെ പുരോഗതിയിലും ചിന്തയിലും അതാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ ഒരു സമന്വയം ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ, ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പുതിയ കാലത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു അപ്പർ ക്ലാസ് ഫാമിലിയെ സ്വാധീനിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ സമന്വയം എന്നൊരു ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കും കൂടി പറ്റുന്ന ഒരു സാധനം, ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത് എന്ന ചിന്തയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളൊരു ബേസിക്, എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് അന്ന് വിശ്വാസപൂർവ്വത്തിൻ്റെ ആമുഖം എഴുതിയ ഒരു സാധനമുണ്ട്, മുസ്ലിം ഭൂതകാലത്തിൻ്റെ ഭാവി എന്നുള്ള കോൺസെപ്റ്റ്. നമ്മളെപ്പോഴും എവിടെയാണ്, അഥവാ നമ്മളെ ഭാവി എവിടെ നിന്നാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ തോന്നുന്നത്. എനിക്ക് നമ്മളെത്ര ഭാവിയെക്കുറിച്ച് മോഡേൺ ആയാൻ ശ്രമിച്ചാലും നമ്മൾ ബേസ് ചെയ്യുന്ന അഹറുൽ ഖുറൂനി കർണി സുമ്മല്ലദീന യലൂനഹും എന്നുള്ള ഹദീസിനെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു തലത്തിലായിരിക്കും നമ്മളെ ബേസ് വരേണ്ടത്. നമ്മളെത്ര മോഡേൺ ആവാൻ ശ്രമിച്ചാലും, നമ്മളെത്ര ഇപ്പോൾ നമുക്കറിയാം ആധുനിക മനുഷ്യൻ്റെ നിയമസംഹിതയാണ് ഏറ്റവും പുരോഗതി പ്രാപിച്ചത്, അല്ലെങ്കിൽ ഒരു മോഡേണിറ്റിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെ അതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ബേസിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളെ പഠനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് തോന്നുന്നു. സമീപകാലത്തായിട്ട് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരിൽ, ദേവാ കോളേജിൽ നിന്ന് ഉൾപ്പെടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരിൽ വലിയ തോതിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, യൂറോപ്പിലും അമേരിക്കയിലുള്ള മതപണ്ഡിതന്മാരെ കേൾക്കുകയും അതിൽ ആകൃഷ്ടരാകുകയും അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ ആശയങ്ങൾ, ഇതിനൊക്കെ വലിയ തോതിലുള്ളൊരു പ്രചാരം ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം ആളുകൾ അത്തരത്തിൽ അത് മുമ്പില്ല? ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഇത് ടെക്നോളജിയുടെ വ്യാപനം സാധ്യമാക്കിയ ഒരു സമ്പ്രദായമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ടെക്നോളജി കൊണ്ടുവന്ന ഒരു പ്രവണതയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം ഇപ്പോൾ ഈ കേൾക്കുന്ന പണ്ഡിതന്മാരിൽ പല ആളുകളും പാരമ്പര്യമായ രീതിയിൽ ഓതിപ്പടിക്കുകയും ഇതൊക്കെ ചെയ്ത ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ അവരിത് പറയാൻ ഉപയോഗിക്കുന്ന ഭാഷ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഭാഷയാണ്. അതിന് കിട്ടുന്നൊരു അപ്പീൽ, അതിന് കിട്ടുന്നൊരു സ്വീകാര്യത, ഇവിടെ ഒരു പോപ്പുലാരിറ്റിയാണ് നമ്മളിപ്പോൾ സമീപകാലത്തായിട്ട് കേരളത്തിൽ വലിയ തോതിൽ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ചില ഒരു ഘട്ടത്തിൽ ചില ആളുകളൊക്കെ അത് വിലക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചില സർക്കിളുകളിലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ പ്രവണതയുടെ ഒരു എക്സ്റ്റൻഷൻ എത്രമാത്രം വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ സ്വീകാര്യത വരുന്നത് എവിടെ നിന്നാണ്? അപ്പം ഈ സ്വീകാര്യത വരുന്നത് പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ചില കൺസേൺസിനെ, നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ചില കൺസേൺസിനെ ഈ പണ്ഡിതന്മാരെവിടെയൊക്കെയോ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഈ പോപ്പുലാരിറ്റി വരുന്നത്. അപ്പോൾ ആ കൺസേൺ അഡ്രസ്സ് ചെയ്യാനുള്ള എന്ത് വിഭവമാണ് നമുക്ക് ഇവിടെ ഇല്ലാതെ പോകുന്നത്? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ റിസ്വാൻ പറയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം വരികയും എല്ലാ വിജ്ഞാന ശാഖകളൊക്കെ വരികയൊക്കെ ചെയ്തൊരു പ്രദേശമാണ് കേരളം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഫത്വൽ മുഈൻ്റെ ഒരു പോപ്പുലാരിറ്റിയും ഇതൊക്കെ സംഭവിച്ചൊരു പ്രദേശമാണ് നമ്മളുടേത്. പക്ഷെ നമ്മൾ അതിൻ്റെ ശേഷമുള്ളൊരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പം ഇതിനുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ഗ്ലോബൽ കണക്ഷൻ ഒക്കെ ഉള്ളൊരു സ്ഥാപനമൊക്കെ ആയിരിക്കാം മഹദീനൊക്കെ പോലുള്ളത്. പക്ഷേ അവിടെയുള്ള വൈജ്ഞാനികതയുമായി ഉള്ളൊരു എൻഗേജ്മെൻറ്റിലേക്ക് അത് നീങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഗ്ലോബൽ കണക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈജ്ഞാനികതയിൽ ഊന്നിയിട്ടുള്ളതല്ല പലപ്പോഴും. എന്ന് മാത്രമല്ല, ആ ഊന്നലിനെ നമ്മൾ പലപ്പോഴും
കുറേ കൂടി ഒരു ഭയത്തോടെയോ സംശയത്തോടെയോ ഒക്കെയാണ് കണ്ടുപോരാറുള്ളത് എന്നുള്ളതുമാണ് ശരി. അപ്പോൾ അതിൻ്റെ അകത്ത് മാറി, അതിൻ്റെ സംശയത്തോടെയും ഭയത്തോടെയും അതിനെ കാണുന്നതിൽ നിന്ന് മാറി കുറേയും കൂടി ആത്മവിശ്വാസത്തോടെ ആ പുറം ലോകത്ത്, പുറത്തെ വൈജ്ഞാനികതയെ എൻഗേജ് ചെയ്യാനുള്ള സാഹചര്യവും അതിനനുകൂലമായ ഒരു പഠനാന്തരീക്ഷവും പിന്നെ അതിൻ്റെ അഭാവമാണോ അത് നമ്മളെ ഈ പേടിയിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അപ്പോൾ ഞാനിപ്പോൾ നമ്മളിങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് വേറെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം അവനെ എന്നോട് പറഞ്ഞൊരു ആശങ്ക. അപ്പോൾ പറഞ്ഞു അവനക്കിപ്പോൾ 28 വയസ്സായി. അവനിപ്പം ജാനുവരി PG ചെയ്യാണ്. അപ്പം വീട്ടിൽ സമ്മർദ്ദമുണ്ട്. എന്ത് ഇപ്പം നിങ്ങൾ എങ്ങനെ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യും, നമ്മളെ വിദ്യാർത്ഥികൾ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ള സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ കോവിഡ് അനന്തരം നമുക്ക് ഉണ്ടായ ഒരു ബോധോദയമാണ്. ഇതല്ലാതെ ഈ പള്ളി മെഹ്റാബിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? പള്ളി മെഹ്റാബിൻ നമുക്ക് എന്താണ്? അവൻ ചോദിക്കുന്നത് എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അവൻ്റെ ഇപ്പോൾ പ്രായം 28 വയസ്സായി. അപ്പോൾ ജീവിതത്തിൽ മറ്റ് ചുറ്റുപാടുകളുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫണ്ടിങ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മളൊരു പണ്ഡിതനെ നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഫണ്ടിങ് സിസ്റ്റങ്ങൾ അഥവാ നേരത്തെ പറഞ്ഞ നമുക്ക് ഒരു ഗഹനമായ ഒരു പണ്ഡിതനെ നിർമ്മിക്കണമെങ്കിൽ, അയാൾക്ക് ഹദീസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരെ നമ്മൾ ഹദീസിൽ തഹ്ക്കീക്കുള്ള ഒരു ആലിമാക്കണമെങ്കിൽ, ഫിഖിൽ തഹ്ക്കീക്കുള്ള ഒരു ആലിമാക്കണമെങ്കിൽ അതിനാവശ്യമായ ഇപ്പം നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ അതിൻ്റെ ഒരു ടേം മാറ്റേണ്ട. നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ പിന്നെ ഒരു തല മുതൽ മറ്റേ തല വരെ നമ്മൾ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. അത് ഏറെക്കുറെ നമ്മൾ സ്ഥാപിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കാം. ഇനി നമ്മൾ വിദ്യാർത്ഥികൾ അഥവാ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ നേരത്തെ നമുക്കറിയാം, നമ്മളെ പ്രമാദമായ സ്ഥാപനങ്ങളെല്ലാം കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് തീരെ, പക്ഷെ അത് കൂടുതൽ സമഗ്രമായിട്ട് ആ മേഖലയിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എഫിഷ്യൻ്റായ കുട്ടികളെ ആ മേഖലയിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പൊന്മളസാഹിബിനെ നമ്മൾ പറഞ്ഞ ആശങ്ക, നമുക്ക് കൂടുതൽ ഗവേഷണ താല്പര്യരായ വിദ്യാർത്ഥികൾ ആ മേഖലയിൽ കാരണം അവർക്കൊരു റെസ്പോൺസിബിലിറ്റി വരികയാണ്. ഇത്തരം റെസ്പോൺസിബിലിറ്റി, അതായത് ഫാമിലി എന്ന റെസ്പോൺസിബിലിറ്റി, പിന്നെ വൈവാഹിക ദാമ്പത്യ ജീവിതം ഒക്കെ ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ വരികയാണ്. അവർക്കൊരു പരിധി വരെ താങ്ങാവുന്ന തലത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി അവരെ താങ്ങുകയാണെങ്കിൽ എനിക്കൊന്ന് അതൊരു പരിഹാരമാകും തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റിസ്വാൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നമ്മളെ ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു വൈജ്ഞാനികമായ മുന്നേറ്റം നടന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ഇതിൻ്റെ ഒരു പാട്രണേജ് ഉണ്ടായ കാലത്താണ് ഈ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾ എല്ലാം നടന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പാട്രണേജിൻ്റെ തകർച്ച, ഡിക്ലൈൻ വലിയ തോതിൽ പിന്നെ നമ്മുടെ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് നമ്മുടെ വഖഫിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ വഖഫ് വന്നിരിക്കുന്നത് പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ഈ ഫ്രഞ്ച് കൊളോണിയലിസ്റ്റുകൾ ടുണീഷ്യയിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ പറഞ്ഞ പല കണ്ടീഷൻസിൽ ഒന്ന് വഖഫ് സമ്പ്രദായം നിർത്തലാക്കണമെന്നുള്ളതായിരുന്നു. കാരണം വഖഫ് സമ്പ്രദായമാണ് ഇസ്ലാമിലെ വൈജ്ഞാനിക മുന്നേറ്റത്തെ സാധ്യമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണത്. ഇപ്പം നമുക്കിപ്പോൾ സമീപകാലത്ത് തന്നെ കേരളത്തിൽ നടക്കുന്ന ഒരു തമാശ നിങ്ങൾക്കൊക്കെ അറിയാലോ. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മുതൽക്കൂട്ടാവേണ്ട ഒരു വഖഫ് സ്വത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മുനമ്പത്തെ വഖഫിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ആ വഖഫിൻ്റെ ബെനിഫിഷ്യറീസ് മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ്. ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വഖഫാണത്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ വഖഫിൻ്റെ ബെനിഫിഷ്യറീസ് ആരാ? മുസ്ലിങ്ങൾ മാത്രമല്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള അപൂർവം വഖഫുകളിൽ ഒന്നായിരിക്കും മുനമ്പം. അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വഖഫുകളിലൊന്നാണ് മുനമ്പം. അപ്പോൾ
എനിക്കൊന്ന് ആ അർത്ഥത്തിലും കൂടി നമ്മളത് ഉയർത്തേണ്ടതാണ്. കാരണം അത് മുസ്ലിങ്ങളുടെ മാത്രം ക്ലെയിം അല്ല ആ വഖഫ്. കാരണം അതിൻ്റെ ബെനിഫിഷ്യറീസ് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പം ഇത്തരം സമ്പ്രദായങ്ങളുടെ ഒരു ഡിക്ലൈൻ, നമ്മളുടെ ഈ മതവൈജ്ഞാനിക മേഖലയിൽ നടക്കുന്ന ഫണ്ടിങ്ങിൻ്റെ ഒരു സ്വഭാവം വലിയ തോതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇപ്പോഴുള്ള കോളേജ് സിസ്റ്റം ഇതൊന്നും ഇൻഡിവിജ്വലി ഒരാളെ സപ്പോർട്ട് ചെയ്യാവുന്ന തരത്തിലല്ല അത്. എന്നാൽ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ തോതിലുള്ള പരിമിതികൾ നമ്മൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. മുമ്പത്തെ സമ്പ്രദായത്തിൽ എന്താണെന്ന് വിചാരിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് പഴയ ദർസി സമ്പ്രദായത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ ഇൻഡിവിജ്വലി കെയർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായും ഈ പഠനത്തിൻ്റെ തലത്തിലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് രണ്ടും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഫണ്ടിങ്ങിൻ്റെ സ്വഭാവം, അതിൻ്റെ ഒരു ഘടനയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നാൽ ഒരു പക്ഷേ നമ്മളീ പറഞ്ഞ പോലെയുള്ള നമ്മൾ ഡിസൈർ ചെയ്യുന്ന പോലെയുള്ള ചില ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഏകദേശം എൻ്റെ പറയുന്നത്, നേരത്തെ ഞാൻ ഈ അടുത്ത 2022 തോന്നുന്നത് നമ്മൾ ഫാറൂഖ് ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ടൊരു ലേഖനം എഴുതിയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ സ്ഥാപനങ്ങൾ ഇപ്പം നമുക്ക് പരിമിതികളാണ്, അഥവാ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ. അപ്പം അതിൽ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഇപ്പോൾ നമ്മൾ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പള്ളി എന്തായാലും ഉണ്ടാവും. നമുക്ക് നല്ല പ്രവിശാലമായ പള്ളി, നല്ല സൗകര്യങ്ങളോടുകൂടിയ പള്ളി ഉണ്ടാവും. ഈ പള്ളികൾ, മദ്രസകളുണ്ടാവും. ഏതെങ്കിലും കോളേജിനടുത്തുള്ള പള്ളികൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ പഠന താല്പര്യത്തിൻ്റെ മേഖലയായിട്ടോ പരിവർത്തിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതായത് ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലെന്ത് ചെയ്യാൻ പറ്റും? ലാഭമായി കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഞാൻ നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നമുക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ, ഗവേഷണ താല്പര്യരായ വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിലബസ് സിസ്റ്റം നമ്മൾ ഇപ്പം തൊലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലി പറഞ്ഞ മൊത്തം എല്ലാ മേഖലയും നമ്മൾ ഗവേഷണപരതയുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം നമ്മളെ സമ്പ്രദായത്തിലുള്ളത്. ഇപ്പോൾ പണ്ടത്തെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പഠിക്കുകയും ആ ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പഠിച്ച് ഇപ്പം തഹ്കീക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അവരിപ്പം എല്ലാ മേഖലയിലും കഴിവുള്ള. അപ്പോൾ നമുക്ക് അഗസ്ത്യുസ്താദിനെ തന്നെ പറയാം. അഗസ്ത്യുസ്താദ് ഏത് മേഖലയും ഒരു സമന്വയ പണ്ഡിതനാണ് എന്ന് ധൈര്യസമേതം പറയാൻ പറ്റുന്ന ചില ഏത് മേഖലയും ഉസ്താദിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക്കായി എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതനായിരുന്നു അഗസ്ത്യുസ്താദ്. ആർക്കും ധൈര്യപൂർവ്വം സമീപിക്കാൻ പറ്റുന്ന. ഇപ്പം നമുക്ക് ചിലപ്പോൾ പ്രതിസന്ധി, ചിലപ്പം ഏതെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചു വന്നാൽ അയാൾക്ക് മുമ്പിൽ നമുക്ക് ധൈര്യസമേതം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആലിമായിരുന്നു അഗസ്ത്യുസ്താദ്. ഞാൻ പറഞ്ഞത്, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം എല്ലാ ഫന്നും പഠിക്കുക എന്നുള്ളത് അതിന് തഹസ്സുസ് ഓരോ ഇപ്പോൾ താരീഖിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ദാറ്, അല്ലെങ്കിൽ അപ്പം പണ്ട് താരീഖുകൾ മുഹദ്ദിസീങ്ങൾ എന്നാണ് പറയുക. നമ്മൾ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന പോലെ നമ്മളെ പഠന മേഖലയിൽ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ഉലമാക്കൾ പുതിയ കാലത്ത് കടന്നു വരേണ്ട, അഥവാ ഹിസ്റ്ററിയിൽ മാത്രമുള്ള ഹിസ്റ്റോറിയൻസിനെ താരീഖ് അന്വേഷിക്കണമെങ്കിൽ താരീഖിന് മാത്രം പറയുന്ന ഒരു ഗവേഷണം നടത്തുന്ന, അല്ലെങ്കിൽ ഫിഖിന് മാത്രം ഗവേഷണം നടത്തുന്ന, ഹദീസിന് മാത്രം. എനിക്ക് തോന്നുന്നത് ജാമിഅത്തുൽ ഹിന്ദിൽ അങ്ങനെയൊക്കെ ഒരു പരിശ്രമങ്ങളുണ്ട്. അത് സജീവമാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ആ മേഖലയിലുള്ള പഠനം ഉണ്ടാവേണ്ട ആലിമകളെ കിട്ടണമെങ്കിൽ. അല്ല, നമ്മൾ ഈ സ്പെഷ്യലൈസേഷനെ കുറിച്ചാണല്ലോ ഈ ചോദ്യം. ഇപ്പോൾ സ്പെഷ്യലൈസേഷന് അതിൻ്റെതായ പോസിബിലിറ്റീസും അതിൻ്റെതായ ലിമിറ്റേഷൻസും എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏതാണ് വർക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ അത് ഓരോ സാഹചര്യങ്ങളും ഇതൊക്കെ അനുസരിച്ചായിരിക്കും. ഇപ്പം സ്വാഭാവികമായി ഇപ്പം ചിലപ്പോൾ ചില പ്രത്യേക ഡിസിപ്ലിനിൽ താല്പര്യമുള്ള ആളുകൾ അതിൻ്റെ അകത്ത് എക്സൽ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ഒരു മുസ്ലിം വൈജ്ഞാനികത പൊതുവിൽ ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെ മാത്രമല്ലല്ലോ. ഈ ഒരു അതിനൊരു ഹോൾനെസ് എപ്പോഴും ഉണ്ട്. നിങ്ങളൊരു ഹിസ്റ്റോറിയൻ ആയിരിക്കുമ്പോൾ തന്നെ അതെ. അപ്പോൾ ഉദാഹരണത്തിന് അഗസ്ത്യുസ്താദിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഉസ്താദിന് ഹിസ്റ്ററിയിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കുമ്പം തന്നെ
പിന്നെ ഇപ്പം നമുക്ക് പലപ്പോഴും ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങളിൽ ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അതെൻ്റെ ഏരിയ അല്ല എന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അതെൻ്റെ ഏരിയ അല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ചിലതിൻ്റെ അകത്തൊക്കെ ഭയങ്കര വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പെഷ്യലൈസേഷനൊക്കെ ആണല്ലോ ആളുകൾ. അപ്പം പിന്നെ അത്തരത്തിലാണ് ആളുകൾ അതിനോട് എൻഗേജ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ നല്ലതാണോ അല്ലയെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഒരു എന്താ പറയുക, ഈ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക ചരിത്രത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടുകൂടി വേണം നമ്മളതിനെ. അതെല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല നമ്മളിപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് കാണുന്നത് നമ്മളിപ്പം നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അല്ലേ. ഇനി ഈ പ്രശ്നം മാറുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇതല്ല, സ്പെഷ്യലൈസേഷൻ അല്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്ന്, മറ്റൊന്നാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ ഈ പ്രശ്നത്തെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളൊരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. മതവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയെ ഒരു പ്രശ്നമായി റെക്കഗ്നൈസ് ചെയ്യാനും ഉന്നയിക്കാനും നമ്മൾ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ആരെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല എന്ന് സ്ഥാപിക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ്റെ അടുത്തൊക്കെ നീങ്ങുമ്പോൾ ആദ്യം വേണ്ടത് ഈ പ്രോബ്ലത്തെ റെക്കഗ്നൈസ് ചെയ്യുക. സോ അത് സ്വാഭാവികമായും ചില സൊല്യൂഷൻസിലേക്ക് നമ്മളെ നയിക്കും. ചിലപ്പോൾ അത് ടെമ്പററി ആയിരിക്കാം. അപ്പോൾ നമ്മളതിന് ആ പ്രശ്നത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നൊരു കാര്യം എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഏകദേശം 2 മണിയല്ലേ? സദസ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഈ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ഭയത്തിൻ്റെ പുറത്താണോന്ന്, അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാൽ. അല്ല സാർ ഉദ്ദേശിച്ചത് ഖിലാഫുകളാണോ? നമ്മുടെ മതകീയ പണ്ഡിതന്മാർ തമ്മിലുള്ള ഖിലാഫുകൾ ഇങ്ങനെ പരസ്പരം ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നതിലുള്ള പ്രശ്നം കൊണ്ടാണോ എന്നാണോ, അല്ലെങ്കിൽ അതിലൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ. അല്ല, അതൊരു ഘടകമാണ്. പിന്നെ 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഫങ്ഷൻ ചെയ്യുന്ന പിന്നെ പണ്ഡിതന്മാരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിയോജിപ്പുകൾ അതിൻ്റെ അകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കാം. കാരണം നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മളുടെ ഒരു മതപഠനത്തിൻ്റെ ഒരു സാഹചര്യം രൂപപ്പെട്ട് വരുന്നത് പോലെ ആയിരിക്കണം എന്നില്ലല്ലോ മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അതേസമയം നമ്മളൊക്കെ ഭയങ്കരമായി മറ്റ് പലതരത്തിലുള്ള എൻഗേജ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ആ സാംസ്കാരികമായ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ആ എൻഗേജ്മെൻറ്റ്സ് ഒന്നും വൈജ്ഞാനികമായ എൻഗേജ്മെൻറ്റ്സ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ പറഞ്ഞതുപോലെ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ആളുകൾ പിന്നെ അത് ഫലപ്രദമല്ല എന്ന് കാണുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഇത്രേ പറയുന്നത്, ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള, ലോകത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈ കേരളത്തിലെ ഇസ്ലാമാണ് എന്നുള്ള നമ്മളുടെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. ആ അപ്രോച്ച് എത്രമാത്രം പിന്നെ നമുക്ക് യൂസ്ഫുള്ളാണ് എന്നുള്ളത് നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. നമ്മൾ മലയാളികൾക്ക് പൊതുവിലുള്ളൊരു സ്വഭാവം തോന്നുന്നത്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ കേരളം എന്നാണല്ലോ പറയുക, പക്ഷേ കേരളം എന്നുള്ളത്. അപ്പോൾ ഈ പക്ഷേ കേരളം എന്നുള്ള ഈ ഒരു എക്സെപ്ഷണലിസം ഉണ്ടല്ലോ, ആ എക്സെപ്ഷണലിസം പിന്നെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കേണ്ട മാതൃക കേരളീയ മാതൃകയാണ് എന്നാണ് നമ്മുടെ ആർഗ്യുമെൻ്റ്. അങ്ങനെ എല്ലാവർക്കും മാതൃക കേരളമാണ് എന്നുള്ള പിന്നെ ഒരു കാഴ്ചപ്പാട്
നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമ്മളൊരു ആലോചന നടത്തേണ്ടതാണ്. പിന്നെ കേരളത്തിൽ നമ്മൾ ഈ ദർസി ഹിസ്റ്ററിയൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലുള്ളത് പറഞ്ഞിട്ട് പിന്നീട് പൊന്നാണി കാര്യങ്ങൾ അതിങ്ങനെ ചാടി പിന്നീട് ഡയറക്റ്റ് നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനിടയിലൊരു 2-3 സെഞ്ചുറിൻ്റെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു റിസർച്ചിലൊരു ഗ്യാപ്പായി കിടക്കുന്നുണ്ടോ? സാറിന് അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മറ്റൊരു ചോദ്യമാണ് നമ്മളുടെ ഈ പക്ഷേ നമ്മൾ ഈ എന്താ പറയുന്നത് ഈ അത് റിസർച്ച്, ആ ചോദ്യത്തെ ഞാനൊന്ന് റീഫ്രെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിസർച്ചിലെ ഗ്യാപ്പാണോ അതോ ആക്ച്വലി അങ്ങനൊരു ഗ്യാപ്പ് ഉദാഹരണത്തിന് നമ്മളൊരു ടിപ്പു സുൽത്താൻ്റെ ഒരു കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു കാലമാണല്ലോ ടിപ്പു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിപ്പു പീരീഡിനെ കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ ഇപ്പോൾ സമീപകാലത്തായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട്, കേരളത്തിലെ ടിപ്പു കാലത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഗ്യാപ്പിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള വർക്കുകൾ ഒരു പക്ഷേ കണ്ടെത്താവുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ടിപ്പു പഠനങ്ങളാണ് എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ ജസ്റ്റ് ഒരു സാധനം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ മഖ്ദൂമാരെ പറയാനുള്ള കാരണം അവർ കൊണ്ടുവന്ന റിഫോമാണ്. നമ്മളൊരു ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യാനന്തരം എന്ന് പറയാം. കാരണം സ്വാതന്ത്ര്യാനന്തരം എന്ന് പറയാൻ കാരണം എന്താ, അതിന് മുമ്പ് കാലഘട്ടം ഇല്ലാത്തതുകൊണ്ടല്ല, അതിന് മുമ്പുള്ള കാലഘട്ടം നമ്മളൊരു ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടെ. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് മഖ്ദൂമാർ ഒരു പക്ഷേ അയക്കുന്നത് അസ്ഹർ എന്ന അവരുടെ ഇവിടുത്തെ കേരളത്തിലുള്ള പൊളിച്ചെഴുത്തായിരുന്നു, അഥവാ കേരളത്തിലെ സാമ്പ്രദായിക മതപഠനത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്ത് അവർ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അവർ നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ നമ്മൾ 921 സമസ്യ പറയും. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആ കാലഘട്ടം നമ്മൾ മറ്റൊരു റിഫോർമേഷനാണ് നടത്തിയത്. 92 നമ്മളത്തെ മറ്റൊരു റിഫോർമേഷൻ. അത് നമ്മളൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അത് അവിടെ പഠനം നടക്കാത്തതുകൊണ്ടല്ല, നമ്മൾ കൺവെൻഷനലി ഒരു പോരുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിച്ചത് ആ സമയത്തായിരിക്കണം എന്നതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു തീമാണ്, കോൺസെപ്റ്റാണ് ഇൻട്രിഗേഷൻ. ഉദ്ദേശിക്കുന്നത് 2 ജ്ഞാനങ്ങളുടെ സമന്വയമാണ്, പക്ഷെ നടക്കുന്നത് 2 സർട്ടിഫിക്കറ്റുകളുടെ സമന്വയമാണ്. അപ്പോൾ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. പക്ഷേ ഈ ഒരു കോൺടെക്സ്റ്റിൽ ഈ ഒരു സിലബസ് ഒരു എക്സ്പെരിമെൻ്റ് നടത്താൻ ധൈര്യമല്ല. ആരും നടത്തിക്കഴിഞ്ഞാൽ പരസ്പര വിമർശനങ്ങളാണ്. അപ്പോൾ ഒരു പരിഹാരമായിട്ട് ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരിഹാരം എന്നുള്ളത് ദീർഘകാലം നമ്മൾ കുറേയും കൂടി ചിന്തയും ഊർജവും സമയമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യ പടി എന്നുള്ള നിലയിൽ നമ്മൾ ഈ പ്രശ്നത്തെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് സൊല്യൂഷൻ്റെ ആദ്യ പടി. സൊല്യൂഷൻ എന്താവണമെന്നുള്ളത് ഈ ഒരു കുറേയും കൂടി ലാർജറായിട്ടുള്ള, അതൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. നമ്മൾ പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയോണ്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറലി ചില മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടോ മാത്രം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കുറേയും കൂടി എന്താ പറയുക, ഒരു ലാർജറായിട്ടുള്ള ഡിസ്കഷനും ആലോചനയും ഒക്കെ ആവശ്യമുള്ള, പ്രത്യേകിച്ച് അത് പ്രായോഗികമായും കൂടി ആലോചിക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട്. അതേസമയം നമുക്ക് ചില മാതൃകകൾ ഒരുപക്ഷെ നമുക്ക് മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടെത്താൻ സാധിച്ചേക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അത്ര ഇപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ 2 സർട്ടിഫിക്കറ്റുകളുടെ സംയോജനം എന്നുള്ളത്. ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം പറയായിരുന്നു, ഈ നമ്മൾ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മഹദിനിൽ ദേവാ കോളേജ് പഠിച്ചൊരു കുട്ടി എന്താ നിങ്ങൾ പറയുക, എന്ത് പഠിച്ചു എന്നാണ് പറയുക? നിങ്ങൾ റിലീജിയസ് സ്റ്റഡീസ് എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നോ ഇസ്ലാമിക് സയൻസ് എന്നോ എന്താ നിങ്ങൾ ഇതിനൊരു നോമൻക്ലേച്ചർ കൊടുക്കുക?
ഇത് നമ്മൾ ഈ പറഞ്ഞതൊക്കെയും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വളരെ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നതല്ല റിലീജിയസ് സ്റ്റഡീസ്, അതല്ല ഇസ്ലാമിക് സയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നാണ് എന്നുള്ളൊരു ധാരണ പലപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബോർഡിൽ ഖുർആൻ ചോക്ക് കൊണ്ട് എഴുതണോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ സമുദായം ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻ്റലക്ച്വൽ ലേബർ ഉണ്ടല്ലോ, ആ ലേബറിൻ്റെ അത്ര ലേബർ നമ്മൾ ദേവാ കോളേജുകളുടെ സ്ഥാപിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദേവാ കോളേജുകൾ നേരിടുന്ന ക്രൈസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ പോയിന്റ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇബിൻ ഖല്ലിഖാൻ അദ്ദേഹം ഒരു താരീഖിൻ്റെ സ്കോളറായിട്ട് അറിയപ്പെട്ട ആളാണ്, അതല്ലെങ്കിൽ മറ്റൊരു പണ്ഡിതൻ. പക്ഷേ ഇവരൊക്കെ നോമാക്ക് പറഞ്ഞ പോലെ ഇവരൊക്കെ അതേസമയം തന്നെ ഒരു ഹോളിസ്റ്റിക്കലി ഇസ്ലാമിൻ്റെ സ്കോളർഷിപ്പിലുള്ള ആളുകൾ. അപ്പോൾ ഇബിൻ ഖൽദൂൻ വലിയൊരു താരീഖിൻ്റെ ഹിസ്റ്റോറിയൻ സോഷ്യോളജിസ്റ്റൊക്കെ ആയിട്ട് അറിയപ്പെടുന്നു. പക്ഷേ അദ്ദേഹം ഖാലി ആയിരുന്നു, ഫിലോസഫിയിൽ വർക്കുണ്ട്, സൂഫിസ തസവുഫിൽ വർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ആധുനിക കാലത്ത് നമ്മൾക്ക് ഇതിന് നേരിടുന്നൊരു പ്രതിസന്ധി, ഇപ്പം ഞാൻ ഫിലോസഫി പഠിക്കുന്നത് അനലിറ്റിക് ഫിലോസഫി അല്ലെങ്കിൽ തുടങ്ങിയ മോഡേൺ സ്പ്ലിറ്റ് വെച്ചിട്ടുള്ള വേറൊരു കൈൻഡ് ഓഫ് പാർലനിൽ പഠിക്കുന്നതാണ് പാർലൻസിലാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇബിൻ സീന അല്ലെങ്കിൽ ഗസാലി ഇമാം ഇവരെല്ലാം ഫിലോസഫിയോ അല്ലെങ്കിൽ അന്നത്തെ ഉലൂമുകൾ പഠിക്കുന്നത് വേറൊരു പാർലൻസിലല്ല. അവർ പഠിക്കുന്നത് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മുസ്ലിം എപ്പിസ്റ്റമോളജിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു നോളജാണ്. അപ്പോൾ അവർക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു താരീഖ്, ഇപ്പോൾ നിലവിൽ ഉദാഹരണത്തിന് നമ്മളെ കൂട്ടത്തിൽ താരീഖിൽ പഠിക്കുന്ന ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഒരു PhD ഉള്ള അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരാൾ, പക്ഷേ അദ്ദേഹത്തെ ഒരു റിലീജിയസ് സ്കോളറായിട്ടുള്ള ഒരു മതപണ്ഡിതനായിട്ടല്ല നമ്മൾ അവതരിപ്പിക്കുക. പക്ഷേ ഇബിൻ ഖല്ലിഖാൻ ഇമാമാണ് അതേസമയം തന്നെ. അത് ഒരു എപ്പിസ്റ്റമോളജിയുടെ ഇൻറ്റഗ്രേഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസ് അല്ലേ കൂടുതൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്ലേഷൻ എന്നുള്ള പോയിന്റ് അല്ല, ഇപ്പോൾ ഫിലോസഫി, മോഡേൺ ഫിലോസഫി നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഇസ്ലാമിക്കലി ക്വാളിഫൈഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് മുന്നോട്ട് വരുന്നത്. ഇസ്ലാമിക്കലി ക്വാളിഫൈഡ് ചെയ്ത ഒരു ഘട്ടം കടക്കാത്തത് കൊണ്ടല്ല. ആ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞൂടെ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പിന്നെ യൂറോപ്യൻ എപ്പിസ്റ്റമോളജിയുടെ അതിൻ്റെ ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു പവർ റിലേഷൻസിൻ്റെ ഒരു പ്രശ്നം കൂടി അതിലുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ഇമാം ഗസാലിയുടെ കാലോ ആ കാലം പോലെ അല്ലല്ലോ. ഇപ്പം നമ്മൾ യൂറോപ്പ് വലിയ തോതിൽ നമുക്ക് പറയുന്ന പോലെ യൂറോപ്പിന് ഈ വൈജ്ഞാനിക പാരമ്പര്യമൊക്കെ കിട്ടുന്നത് ഇസ്ലാമിൻ്റെ ഒരു മധ്യസ്ഥതയിലൂടെയാണ്. പക്ഷേ പ്രത്യേകിച്ച് കുരിശുദ്ധത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിൻ്റെ ആ മധ്യസ്ഥതയെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെയും കൂടി ഭാഗമായാണ് എന്ത് ചെയ്യുന്നത്, യൂറോപ്പ് അവരുടെ കുറേയും കൂടി ഒരു പഴയകാല ചരിത്രം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. വളരെ മനോഹരമായ ഈ സെഷൻ നേതൃത്വം നൽകിയ ഡോക്ടർ നുഐമാനും പിന്നെ ശ്രോതാക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞ് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.